BJP സർക്കാർ മാറും, നടപടിയുണ്ടാകും, ഇതെന്റെ ഗ്യാരണ്ടി. ജനാധിപത്യത്തെ തകർക്കുന്നവർക്കെതിരെ ഭരണം ലഭിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പിഴയും പലിശയുമടക്കം 1800 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന് ആദായനികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. CBIയും EDയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണം മാറിയാൽ ഈ ഏജൻസികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 1823.08 കോടി രൂപ അടയ്ക്കാൻ നിർദ്ദേശിച്ച് കോൺഗ്രസിന് ആദായനികുതി വകുപ്പ് പുതിയ നോട്ടീസ് അയച്ചിരുന്നു. കേന്ദ്ര ഏജൻസികൾ അവരുടെ ജോലി കൃത്യമായി ചെയ്താൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു ദിവസം ഭരണം മാറുമെന്ന കാര്യം ഈ ഏജൻസികൾ ഓർക്കണം. ആ ഘട്ടത്തിൽ ഇവയ്ക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ ഒരു ഏജൻസിയും മുതിരാത്ത തരത്തിലുള്ള കർശന നടപടിയുണ്ടാകുമെന്നും ഇത് തന്റെ ഗ്യാരണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മുതിർന്ന നേതാവ് ജയറാം രമേശും ട്രഷറർ അജയ് മാക്കനും അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നേരത്തെ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ഭരണഘടനയെ ഇകഴ്ത്താനും ആദായനികുതി വകുപ്പ്, ED, CBI തുടങ്ങിയ സ്ഥാപനങ്ങളെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നു. പ്രധാന പ്രതിപക്ഷത്തെ ദ്രോഹിക്കാനുള്ള ആയുധമായി IT വകുപ്പിനെ ഉപയോഗിക്കുകയാണ്. ഇത്തരം നടപടികൾ കോൺഗ്രസിനെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല. തന്റെ പാർട്ടി രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ BJPയിൽ നിന്ന് മോചിപ്പിക്കുമെന്നും പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു.